ഇന്നത്തെ കർക്കിടക സ്പെഷ്യൽ തനിനാടനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകത്തിൽ ആയുർവേദത്തിന് അതിപ്രാധാന്യമാണുള്ളത്. ആ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ തൃശൂർ ഒല്ലൂരിലുള്ള തൈക്കാട്ടുശ്ശേരി മനയിലാണ് എത്തിയിട്ടുള്ളത്. തൈക്കാട്ടുശ്ശേരി മനയും വൈദ്യരത്നം ഗ്രൂപ്പും നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. 1933 ശ്രീമതി ദേവകി അന്തർജനത്തിന്റെയും പത്മശ്രീ ഇ ടി നീലകണ്ഠൻ മൂസിന്റെയും മകനായി ജനിച്ച ശ്രീ ഇ ടി നാരായണൻ മൂസിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 2009 കേരള ഗവൺമെന്റിന്റെ ബെസ്റ്റ് ആചാര്യ അവാർഡും 2010 കേന്ദ്ര ഗവൺമെന്റിന്റെ പത്മഭൂഷണും ലഭിച്ചിട്ടുള്ള അഷ്ടവൈദ്യൻ ആണ് ശ്രീ ഇ ടി നാരായണൻ മൂസ്. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് നമുക്ക് കർക്കിടകത്തിൽ ആയുർവേദ വിധി പ്രകാരം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഞങ്ങൾ മഴവിൽ മനോരമയിലെ തനിനാടൻ പ്രോഗ്രാമിൽ നിന്നാണ്. തനിനാടൻ ഈ വർഷകാലത്തില് പ്രത്യേകതരം ഭക്ഷണ രീതികളെല്ലാം ദഹിക്കാൻ എളുപ്പമുള്ളത്, ദഹനശക്തി കുറഞ്ഞിരിക്കും. അതായത് ഈ പുറത്ത് മഴ പെയ്യുമ്പോൾ ആന്തരമായിട്ടുള്ള അഗ്നിക്കും ബലം കുറയും. അഗ്നിബലം വർദ്ധിക്കാവുന്ന വിധത്തിലുള്ള ആഹാരങ്ങളെ കഴിക്കാൻ പാടുള്ളൂ. അതെ, അതുകൊണ്ടാണ് ഈ ഔഷധ കഞ്ഞികളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അല്ല, ഔഷധക്കഞ്ഞിയാവാം. അതുപോലെ ഇപ്പോൾ രസം, യൂഷം എന്ന് പറയും. യൂഷം വെച്ചാൽ ഈ ചെറുപേറ്റും വലിപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന രസം, അത് ഇതിന് നല്ലതാണ് ഈ സമയത്ത്. അതെ, അതുകൂടാതെ വേറെ എന്തെങ്കിലും മുതിര വളരെ നല്ലതാണ്. മുതിരയുടെ കഷ്ണമല്ല, അതിന്റെ വെള്ളം. മുതിരയുടെ കഷ്ണം ചെന്നാൽ കൂടുതൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് അതിലെ വെള്ളം ജ്യൂസ് എടുത്തിട്ട് കഴിക്കാം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മള് ചില സമയത്ത് ഈ വർഷകാലത്ത് ഇലക്കറികൾ കൂട്ടാൻ മേലാന്ന് കേട്ടിട്ടുണ്ട്. മുരിങ്ങ, ചീര അതൊന്നും വർഷകാലത്ത് കഴിക്കാറില്ല. എന്നാൽ നേരെ മറിച്ച് മറ്റുള്ള ചില കറികളുണ്ട്, അത് കഴിക്കാം. ഈ മധുരം അധികം വർദ്ധിക്കണം, അങ്ങനെ വല്ല? മധുരം പൊതുവെ വർദ്ധിക്കുന്നത് നല്ലതാണ്. കൂടുതൽ മധുര സാധനങ്ങൾ കഴിച്ചാൽ ഇതുപോലെയാവും വയറൊക്കെ. അതനുസരിച്ചില്ലേ? ഏതായാലും ഇങ്ങനെയുള്ള ഒരു ജീവിതചര്യ നമുക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും ആരോഗ്യത്തോട് ജീവിക്കാനും. അതാണ് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ. ആയുസിനല്ല, ഉള്ള കാലം ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സഹായവും. നമ്മള് ഒരു കാലത്ത് നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായിരുന്നു മോര്. തിരുമേനി അത് പറയണ്ടായി. അതൊന്നും ഞാൻ പാലിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആകുമ്പോ 2 ഗ്ലാസോളം മോര് ഉച്ചയ്ക്ക്. ഇപ്പൊ ആഹാരത്തിന്റെ പകുതിയായി കഴിക്കും. ആയുർവേദത്തിൽ 3 ദോഷമാണല്ലോ, വാദം, പിത്തം, കഫം. ഈ 3നും ഒരുപോലെ ഗുണം ചെയ്യുന്നത് ഹിതമായിട്ടുള്ളതാണ് മോര്. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തക്കം ജീവനഗ്രാഹി രാഘവാൽ പഥ്യം മധുരഭാഗിത്വാൽ എന്നുവെച്ചാൽ പിത്തപ്രദൂഷണം, പിത്തത്തിന് വിരോധം വരില്ല. കഷായോഷ്ണ വികാശിത്വാൽ, കഷായം ഉഷ്ണം, കഷായരസാണ്, ഉഷ്ണവീര്യാണ്. വികാശി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്തെങ്കിലും ലയിക്കാതെ കണ്ട് കിടന്ന് അത് നിമിത്തമുണ്ടാകുന്ന അസുഖങ്ങൾ, അതിനെ നശിപ്പിക്കുന്നതാണ്. പിന്നെ വാതയെ സ്വാദ്വമ്ല സാന്ദ്രത്വാൽ, വാദവികാരങ്ങൾക്ക് മോര് സ്വയം പുളിച്ചതല്ല, സ്വാദു മധുരമാണ്, കുറച്ച് പുളിയുണ്ട്. സാന്ദ്രം എന്ന് വെച്ചാൽ കൊഴുപ്പ്. ഈ 3 ഗുണം കൊണ്ട് വാദത്തിനെ നശിപ്പിക്കും. അപ്പോൾ ത്രിദോഷങ്ങൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നത് മോരാണ്. മനസ്സില്ല? തിരുമേനിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും തീർച്ചയായിട്ടും പ്രാർത്ഥനയുണ്ടാവും. അതെ. നമുക്ക് ഇനി നമ്മുടെ തനിനാടൻ ഭക്ഷണത്തിലേക്ക് പോകാം. ഇനി നമുക്ക് വേണ്ടി കർക്കിടകത്തിലെ സ്പെഷ്യൽ ഔഷധക്കഞ്ഞിയാണ് നമുക്ക് തയ്യാറാക്കി തരുന്നത് ശ്രീമതി ബിന്ദു സുരേഷ്. ബിന്ദു ചേച്ചി, അപ്പൊ ചേച്ചി എന്ത് സാധനമാണ് എനിക്ക് എന്ന് ഉണ്ടാക്കി തരാനാണ് ഞങ്ങൾക്ക് തനിനാടിന് വേണ്ടി തയ്യാറാക്കുന്നത്? തനിനാടിന് വേണ്ടി ഒരു സപ്തധാന്യ ഔഷധക്കഞ്ഞിയാണ് തയ്യാറാക്കി തരാൻ പോകുന്നത്. ദൈവമേ, സപ്തധാന്യ ഔഷധക്കഞ്ഞി. ഒരരിയും കൊണ്ടുള്ള കഞ്ഞി കുടിച്ചിട്ട് എനിക്ക് ഇത്രയും പണം. കഞ്ഞി കുടിച്ചാൽ ഞാൻ ഏതായാലും സപ്തധാന്യങ്ങള് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ചേച്ചി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നവരയരി, കൊത്തമ്പാലി അരി, വിഴാലരി,
ചെറുപുന്ന അരി, കുടകപ്പാല അരി, ഏലത്തരി, കാർക്കോകിലരി, അങ്ങനെ 7 കൂട്ടം അരി. ആ ധാന്യങ്ങൾ ചേർത്ത് പിന്നെ എന്റെ കുറെ സാധനങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്താണ് ചേച്ചി ഇന്ന് നമുക്ക് സപ്തധാന്യ ഔഷധകഞ്ഞി ഉണ്ടാക്കി തരണേ. എന്റെ ദൈവമേ, ഇത് നമുക്ക് എത്ര മിനിറ്റ് വേണം മൊത്തം ഇത് ശരിയാക്കാൻ? ഇതൊരു ഹാഫ് ആൻ അവർ, അരമണിക്കൂർ. ഏതായാലും നമുക്ക് കർക്കിടകത്തിൽ നമ്മുടെ മൂസ് പറഞ്ഞതുപോലെ ഔഷധക്കഞ്ഞി നമ്മുടെ ശരീരത്തെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളൊക്കെ ഉള്ള നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതായതുകൊണ്ട് നമുക്കത് ക്ഷമയോടുകൂടി കാത്തിരുന്ന് കണ്ട് പഠിച്ച് പ്രയോഗിക്കാം. അപ്പൊ നമ്മുടെ ആദ്യം നമ്മൾ എന്താ ചേച്ചി ചെയ്യേണ്ടത്? ആദ്യം നമ്മള് ഈ സാധനങ്ങളൊക്കെ ഇടിച്ച് ചതച്ച് എടുക്കാനുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ആദ്യം ഇതിന്റെ പ്രോസസ്സ് കുറച്ച് ദൈർഘ്യമേറിയതാണ്. ഒരു അങ്ങാടി മരുന്ന് കട മൊത്തം ഉണ്ട്. ഏതാണ്ട് ഒരു അങ്ങാടി കട അങ്ങാടി മരുന്നാണ് മുഴുവനാണ് എനിക്ക് ഉണ്ടാക്കി തരാൻ പോണേ. ഇത് ശരിക്കും ചേച്ചി ആദ്യം പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഇതിനകത്ത് ദശമൂലം, പാൽമുതക്ക്, ആവണക്കിന് വേര്, കരിഞ്ചീരകം, രാമച്ചം, എനിക്ക് മനസ്സിലായി. രാമച്ചം, നിലപ്പനക്കിഴങ്ങ്, പിന്നെ പതിമുഖം, താമരവളയം എന്ന് വേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇത് എന്ത് ചെയ്യണം ഇനി? ഇത് നമ്മൾക്ക് ചതച്ചെടുക്കണം. ചതച്ചെടുത്തിട്ട് ആ വെള്ളം 1 ലിറ്റർ വെള്ളം ആക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ വേവിക്കാം. ചേച്ചി ഇത് ചതച്ച് വെച്ചിട്ടില്ലേ? ഇതിന്റെ കഷ്ടപ്പാട് കണ്ടറിഞ്ഞു. ചേച്ചി നേരത്തെ കാലത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. കുറെ ആയുർവേദ മരുന്നുകളിട്ട് വേരും കോലും പൊടിയൊക്കെ ഇട്ട് ശരിക്കും ചതച്ച് അത് 1 ലിറ്റർ വെള്ളത്തിൽ വേവിച്ച് പിന്നെ എന്ത് ചെയ്ത് അത് 15 മിനിറ്റ് തിളപ്പിക്കാം. നമുക്ക് തുടങ്ങാം. ഒന്നേന്ന് തുടങ്ങാം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇതൊരു 15 മിനിറ്റ് തിളക്കണം. നമ്മുടെ മരുന്ന് തിളച്ച രീതിയിലായിട്ടുണ്ട്. നല്ലോണം തിള വന്ന് തുടങ്ങി. നമ്മൾ പറഞ്ഞ സമയമായി. ഇത് നമുക്കിത് കോരണ്ടേ? കോരിക്കട്ടെ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ വലിയ സാധനങ്ങളൊക്കെ പതുക്കെ മാറ്റി ചേച്ചി നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് അരിച്ചൊഴിക്കണം. ചേച്ചി ഇതുവരെയും കഴിഞ്ഞത് ഞാനൊന്ന് പറയട്ടെ. നമ്മള് ദശമൂലം, ശതാവരിക്കിഴങ്ങ്, പിന്നെ ആവണക്കും വേര്, രാമച്ചം, തഴുതാമ, അങ്ങനെ കുറേ ടൈപ്പ് പച്ചമരുന്നുകൾ ചതച്ച് അത് 10 ഗ്രാം വീതം എടുത്ത് ചതച്ച് 1 ലിറ്റർ വെള്ളത്തിൽ 15 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഇപ്പൊ നിലവിൽ നമ്മൾ ഊറ്റി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ അരിച്ച വെള്ളം ഇതിനകത്തിങ്ങനെ ഒഴിക്കില്ല, എത്തിച്ചിട്ട് ഇനി ഇതിന്റെ അത് നമ്മൾ നവരേരി, ഈ നവരേരി ഇതാണ് നവരേരി. കുറെ നേരം വേണം വേവാൻ. അതുകൊണ്ട് ചേച്ചി ഇതുപോലെ തന്നെ മരുന്നിട്ട് തിളപ്പിച്ച് ഉണ്ടാക്കിയ വെള്ളത്തിൽ ഇത് വേവിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലാണ് ഇത് വേവിക്കേണ്ടത്. അത് ചേച്ചി പകുതി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആയിക്കോട്ടെ. ഇനി നമ്മൾ ആശാലിയും ഉലുവയും കൂടെ 1/4 ടീസ്പൂൺ അല്ലേ? ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇനി അടുത്ത നമ്മള് ഈ പച്ചമരുന്നുകളെല്ലാം പൊടിച്ചത് 10 ഗ്രാമിൽ നിന്നെടുത്ത് പൊടിച്ചിട്ട് ഈ സാധനം നമ്മൾ ആദ്യം പറഞ്ഞ ചേരുവകൾ ജീരകം, മറ്റേ 6 തരം അരി, ജീരകം, അങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം പൊടിച്ചതാണിത്. ഈ സാധനം നമ്മൾ ചേർക്കാൻ പോകാം. ചേർക്കട്ടെ? അപ്പൊ നമ്മൾ ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകണം. അരമുറി തേങ്ങയാണോ ചേച്ചി? ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി പാൽ വെച്ചേക്കുന്നതാണ്. നമ്മുടെ സപ്തധാന്യ ഔഷധകഞ്ഞിയുടെ ഇതുവരെയുള്ള പ്രോസസ്സ് ഞാനൊന്ന് പറയാം. ആദ്യം നമ്മൾ ഇതിനകത്ത് സപ്തധാന്യം എന്ന് പറയുന്ന പോലെ 7 തരം ധാന്യങ്ങളാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ധാന്യമാണ് നവരയരി. ബാക്കിയുള്ള 6 അരികൾ കൊത്തമ്പാലയരി, വിഴാലരി, ചെറുപുന്നേരി, കുടകപ്പാലയരി, ഏലത്തരി, കാർക്കോകിലരി, ഇത്രയും അരികൾ എടുത്ത് അതിൻ്റെ കൂടെ ചുക്ക്, കുരുമുളക്, ഗ്രാമ്പു, പിന്നെ
ജാതി, ജാതിക്ക, ജാതിക്ക, ജാതിപത്രി, കുരുമുളക്, പിന്നെ കക്കുങ്കായ, കക്കുങ്ക. ഇതാണ് കക്കുങ്ക. കക്കുങ്കായ, വയമ്പ്, അമുക്കിരം, അയമോദകം, പച്ചില നാഗപ്പൂവ്, പച്ചില നാഗപ്പൂവ്, ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്ത് ഇതൊക്കെ 10 ഗ്രാം വീതം എടുത്ത് പൊടിച്ചു വെച്ചേക്കുന്ന സാധനമാണ് നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് ചേർത്തത്. അപ്പൊ അങ്ങനെ ആദ്യം പൊടിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ ദശമൂലം, 10 ഇതിന്റെ മൂലമാണ് ദശമൂലം. ദശമൂലം, പിന്നെ തഴുതാമ, പിന്നെ ആവണക്കും വേര്, രാമച്ചം, പതിമുഖം, പിന്നെ താമരവള, താമരവളയം, അങ്ങനെയുള്ള സാധനങ്ങൾ പേടിക്കണ്ട. ഈ സാധനം കർക്കിടക കൂട്ടെന്ന് പറഞ്ഞാൽ ഏത് അങ്ങാടി മരുന്ന് കടയിലും നമ്മുടെ നാട്ടിൽ കിട്ടും. ആ സാധനങ്ങളൊക്കെ ഇടിച്ച് ചതച്ച് അത് 1 ലിറ്റർ വെള്ളത്തിൽ 15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് ആശാളിയും ഉലുവയും 1/4 ടീസ്പൂൺ വില ഓക്കെ. അങ്ങനെ അത് 15 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നവരേരി അതിനകത്തേക്ക്. എന്തോരം നവരേരി വെച്ചത്? 50 ഗ്രാം നവരേരി നമ്മൾ ആ തിളപ്പിച്ച വെള്ളത്തിലേക്ക്. അപ്പൊ നവരേരി ഇടുന്നതിനും എന്ത് ചെയ്യണം? ഇതൊക്കെ മാറ്റി അത് അരിച്ചെടുക്കണം. അരിച്ച വെള്ളത്തിലേക്കാണ് നവരേരി ഇടേണ്ടത്. അതുകൊണ്ട് അത് ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ആശാളിയും ഉലുവയും ചേർത്തിട്ട് വീണ്ടും തിളയ്ക്കണം. അങ്ങനെ നവരേരി ശരിക്കും അങ്ങോട്ട് വേവണം. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം നവധാന്യങ്ങൾ ബാക്കി മരുന്നുകളൊക്കെ ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ പൊടി ഇതിനകത്തേക്ക് ചേർക്കണം അല്ലേ? അപ്പോൾ ആ നവധാന്യങ്ങളുടെ പൊടിയും മരുന്നുകളെല്ലാം കൂട്ടി പൊടിച്ചതുകൊണ്ടും കൂടി ഈ നവരേരി വെന്തതിലേക്ക് ചേർത്ത് അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് സ്വാദിന് വേണ്ടിയാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. തിള വരുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തേക്കുവാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇവിടെ ഇരിപ്പുണ്ട്. അത് നെയ്യിൽ മൂപ്പിച്ച് ഇതിനകത്തേക്ക് താളിക്കുക. എന്നിട്ട് ഇന്ദുപ്പും ചേർത്ത് ഭേഷായിട്ട് അങ്ങനെ നമ്മൾ നെയ്യിൽ ചുവന്നുള്ളി താളിച്ചുകൊണ്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടെ നമ്മൾ വേറെ എന്തെങ്കിലും സാധനം കഴിക്കും? സൈഡായിട്ട് കഴിക്കും. നമ്മൾ പത്തിലത്തോരൻ എന്ന് പറഞ്ഞാൽ 10 ഇല കൂട്ടിയിട്ടുള്ള ഒരു തോരൻ ഈ കർക്കിടകത്തിന് സ്പെഷ്യൽ. അപ്പൊ 10 ഇലത്തോരനും ഉണ്ട്. അപ്പൊ കർക്കിടക കഞ്ഞി മാത്രമല്ല 10 ഇലത്തോരൻ. ഞാൻ ഈ 10 ഇലത്തോരൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. കർക്കിടക ഔഷധ സ്പെഷ്യൽ കൂട്ടുകളൊക്കെ കർക്കിടക കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് പല കമ്പനിയുടെയും പല ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സപ്തധാന്യ ഔഷധ കഞ്ഞിയും 10 ഇലത്തോരനും ഒരു പുതിയ അനുഭവമാണ്. അപ്പൊ നമ്മുടെ കർക്കിടക കഞ്ഞി കഴിഞ്ഞു, അതവിടെ ഇരിക്കട്ടല്ലേ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് നമ്മുടെ തോരൻ വേണം. ഇനി നമുക്ക് 10 ഇലത്തോരനിലേക്ക് കടക്കാം. ഇനി ചേച്ചി നമുക്ക് 10 ഇലത്തോരനാണ് ഇതിന്റെ സൈഡ് ഉണ്ടാക്കാൻ പോണേ. സത്യമാണ്. പക്ഷെ ആ ആയുർവേദ മരുന്നുകളുടെ ഒക്കെ എന്തൊക്കെയോ ഒരു രുചി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു തനി നാടൻ. അങ്ങനെ നമ്മുടെ കർക്കിടക സ്പെഷ്യൽ സപ്തധാന്യ ഔഷധക്കഞ്ഞി ഓൾറെഡി നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചു. ഇനി ചേച്ചി നമുക്ക് 10 ഇലത്തോരനാണ് ഇതിന്റെ സൈഡ് ഉണ്ടാക്കാൻ പോണേ. ഒരുപാട് ടൈപ്പ് ഇലകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് 10 ടൈപ്പ് ഉണ്ടല്ലേ? ഈ ആദ്യം ഈ 10 ടൈപ്പ് ഇലകളൊന്ന് പറഞ്ഞു തരാമോ? ഇത് എന്നാ സാധനം? പയറിന്റെ ഇല, ഇത് മത്തയുടെ ഇല, ചേമ്പില, ചീരയില, ഇത് മറ്റേ ചുവന്ന ചീര അല്ല അല്ലെ? പച്ച ചീരയില, ആനത്തുമ്പ, ചൊറിയണം ദൈവമേ. ഇത് കുമ്പളത്തിന്റെ ഇല, ഇതോ തകരയില. ഇതെന്നാ? അത് നെയ്യുണ്ണീല എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ കാണാറുണ്ട്, പക്ഷെ അതിന്റെ ശരിക്കും നെയ്യും നമ്മൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഓ ശരി ശരി. അത് ഇവിടുത്തെ ഒരു നാട്ടുപേരാണ്. ഇത് തഴുതാമയില. ഇതെന്ത് സാധനം? ചേന. ഓ, അപ്പൊ ചൊറിയാൻ ചേനയുണ്ട്. എന്ത് പാവം ചെയ്തു. എന്തെങ്കിലും ആട്ടെ. പിന്നെ തേങ്ങ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഉള്ളിയും മുളകും ചതച്ചേക്കണേ, പിന്നെ ഉപ്പ്. ഈ നമുക്ക് 10 ഇലത്തോരനിലേക്ക് കടക്കാം. ചേച്ചി ഞാൻ തീ കത്തിക്കട്ടെ. നമ്മുടെ 10 ഇലത്തോരൻ റെഡി ആയില്ലേ ചേച്ചി? 10 ഇലത്തോരൻ റെഡി ആയിട്ടുണ്ട്. സപ്തധാന്യ ഔഷധക്കഞ്ഞി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുകയാണ്. എല്ലാവരും സദയം കാണുക.
പക്ഷേ ആ ആയുർവേദ മരുന്നുകളുടെ ഒക്കെ ഒരു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു തനി നാടൻ. ചേച്ചി എടുത്തോളൂ, എടുത്താലോ? ഞാൻ കഴിക്കാം. കയ്പുണ്ട്, സത്യമാണ്. പക്ഷേ ആ ആയുർവേദ മരുന്നുകളുടെ ഒക്കെ ഒരു എന്തൊക്കെയോ ഒരു രുചി എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിയാമല്ല. പക്ഷേ ആ നെയ്യുടെ ഒരു ചുവ മേലെ നിൽക്കണോണ്ട് നമുക്കിത് കഴിക്കാൻ ചെറിയ ചൂടനെ കഴിക്കാൻ ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ഉള്ളതൊന്നും നമ്മളെ ഉപദ്രവിക്കില്ല. കടിഞ്ഞ പത്തിലത്തോരം കഴിക്കട്ടെ. ചൊറിയോ? ഇല്ല ചൊറിയില്ല, ധൈര്യമായിട്ട് കഴിച്ചു. കുഴപ്പമില്ല, ചൊറിയുന്നില്ല. എനിക്ക് പേടിയിലായിരുന്നു ചൊറിയോന്ന്. ഇതിവിടെ വെക്കാം. സാധാരണ നമ്മൾ നോക്കുന്നത് ഡിഷിൻ്റെ ടേസ്റ്റാണ്. ചേച്ചി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന സപ്തധാന്യ ഔഷധ കഞ്ഞിയുടെയും പത്തിലത്തോറിൻ്റെയും ഔഷധ ഗുണമാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് ഉണ്ടാക്കണം, നമ്മളെല്ലാവരും ഇത് കഴിക്കണം. ഞങ്ങൾ ഈ കർക്കിടകത്തിൽ ഞങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ കഞ്ഞിയും ഈ പത്തിലത്തോരനും ഞങ്ങൾ ഉണ്ടാക്കും. ഇനി നമുക്ക് തനിനാടൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം.